കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് ചിക്കനും ബ്രെഡും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ബട്ടർ ചിക്കൻ റോളാണ്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ 450 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ചേർത്ത് വെള്ളമെല്ലാം കളഞ്ഞ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് സമയം ഞാനിത് കവർ ചെയ്ത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് പിന്നീട് ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പീസ് ഇതിനകത്തേക്ക് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ പീസ് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് കൂടിപ്പോവാൻ പാടില്ല, കാരണം നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്തും ഇത് ചേർത്ത് കൊടുത്തിരുന്നു. പിന്നീട് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 2 ടീസ്പൂൺ അളവിൽ നാരങ്ങാ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവ ചേർത്ത ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം കവർ ചെയ്ത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ചിക്കനെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പീസ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമാണ്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ പാലോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാപ്പാലോ ഇതിനകത്തേക്ക് ഇതിന് പകരമായി ചേർക്കാവുന്നതാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തി എടുത്ത് കൈവെള്ളയിൽ വെച്ച് ഒന്ന് ഞെരടിയതിന് ശേഷം പൊടിച്ച് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇതിന് മുകളിലായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് ഇതിനാവശ്യമായ ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഞാനിവിടെ കട്ടിംഗ് ബോർഡിൽ വെച്ച് അതിൻ്റെ സൈഡിലുള്ള ആ ബ്രൗൺ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന പോർഷൻ നമ്മൾക്ക് പിന്നീട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ എല്ലാ ബ്രെഡും ഞാനിവിടെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഈ സൈഡെല്ലാം ഞാനൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായി പുതിയ ബ്രെഡാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. അഥവാ നിങ്ങളുടെ കയ്യിൽ 2 ദിവസം പഴക്കമുള്ള ബ്രെഡാണ്, കുറച്ച് ഉണക്കമുള്ള ബ്രെഡാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആവിച്ചെമ്പിൽ വെച്ച് ആ ബ്രെഡിലേക്ക് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം പരത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും ഞാനിവിടെ പരത്തിയിട്ടുണ്ട്. പിന്നീട് ഒരു ബൗളിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് ലൂസായ കൺസിസ്റ്റൻസിയിൽ ഞാനിവിടെ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ബാറ്ററിലാണ് ഞാനിവിടെ ബ്രെഡ് പോക്കറ്റ്സ് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്കതിന് പകരം വേണമെങ്കിൽ മുട്ട നന്നായി ബീറ്റ് ചെയ്ത് അതിനകത്ത് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു ബ്രെഡ് പീസ് എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് 2 ടീസ്പൂൺ അളവിൽ ഫില്ലിങ്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ബാറ്ററിനകത്തേക്ക് ഒന്ന് ആ ബ്രഷ് മുക്കിയതിന് ശേഷം ആ സൈഡിൽ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുന്നതാണ്. ഈ രീതിയിൽ തയ്യാറാക്കിയ ശേഷം ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത പീസ് ബ്രെഡ് എടുത്തതിന് ശേഷം അതിലും ഇതുപോലെ തന്നെ കോട്ടിങ്സ് വെച്ച് കൊടുക്കുക. പിന്നീട് ഇതിന് മുകളിലേക്ക് ഞാൻ കൈ ഉപയോഗിച്ച് വെള്ളത്തിൽ കൈ നനച്ചതിന് ശേഷം സൈഡിലൊന്ന് തേച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ ഉപയോഗിച്ച് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ആ സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഈ രീതിയിൽ എല്ലാ ബ്രെഡ് പോക്കറ്റ്സും ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആ മൈദയുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഈ ബ്രെഡ് ക്രംസ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന ആ ബ്രെഡിൻ്റെ സൈഡിലുള്ള പോർഷനും പിന്നെ 1-2 പീസ് ബ്രെഡും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ അടുത്ത പീസ് ബ്രെഡും ഞാൻ ഇതേപോലെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ബ്രെഡിൻ്റെ ഫില്ലിങ്സ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം 2 ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് ഇത് അടുപ്പിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാനിവിടെ സ്നാക്സ് എല്ലാം തയ്യാറാക്കി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.